സോ ഈ വീഡിയോ നൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ മരക്കഷ്ണായിട്ട് നമ്മൾ അന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടത്. CATക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ബുക്കാണ് തോന്നുന്നുണ്ട്. കുറേ കാലം ഇതിവിടെ ഇരിക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ബുക്കിൽ നിന്നാണ് ഞാൻ സാധാരണ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യൽ. അപ്പോൾ പേപ്പർ കീറുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. ഇവിടെ ഇത് പഠിക്കുന്ന കുട്ടികളൊന്നും ഇല്ല. എനിക്കറിയില്ല കേട്ടോ ഇത് എന്തിനു യൂസ് ചെയ്യുന്ന ബുക്കാണെന്ന്. കുറേ കാലമായിരിക്കണം ഇതിവിടെ ഇരിക്കൽ തുടങ്ങിയിട്ട്. സോ ഇനിയൊരു ഒറിഗാമി വേർഡ് ഉണ്ടാക്കുക. അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കണം. പക്ഷേ അത് കാണാത്തവർക്ക് ഇതിൽ നോക്കിയാൽ മതി. ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ എന്തെങ്കിലും കമൻറ്റൊക്കെ ചെയ്തോളി. ഇന്നപോലെ രാത്രി പ്രൊഡക്ടിവിറ്റി കയറി വരുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് അങ്ങനെയാണ്, എന്താ അറിയില്ല. രാവിലെ ഒന്നും ചെയ്യാൻ തോന്നില്ല. പക്ഷേ ഉറങ്ങാനുള്ളൊക്കെ ഒരു ടൈം ആയാൽ എന്തൊക്കെയോ ചെയ്യാനൊക്കെ ഒരു തോന്നും. അപ്പോൾ അങ്ങനെ രാത്രി ചെയ്തൊരു ക്രാഫ്റ്റായിട്ടത്. ഞാൻ ഒറിഗാമി ബേർഡ് ഉണ്ടാക്കണ ആ ഷോർട്സിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ലോങ് വീഡിയോ ഇതിനെ പറ്റിയിട്ട് ഇതിനെ ആഡ് ചെയ്താണ് ചെയ്യുന്നത്. അതാണിത്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നത് ഒറിഗാമി ബേർഡ് ഇല്ലാതെയാണ് രസം. സംഭവം ബേർഡ് നല്ല രസമുണ്ട് കുറേ ഇങ്ങനെ കാണുമ്പോൾ. പക്ഷേ നമ്മളത് നീഡലല്ല നൂലുമ തൂക്കിയിടുമ്പോൾ എന്തോ നല്ല രീതിയിൽ അത് നിൽക്കണില്ല. അപ്പോൾ എന്തോ ഒരു രസമില്ല കാണാൻ. പിന്നെ ഞാനിതെന്താ ചെയ്യണമെന്ന് നോക്കിക്കൊള്ളിട്ട. ഇതിൻ്റെ മിഡിൽ പോർഷൻക്ക് രണ്ട് ഭാഗത്തൊന്നും ഫോൾഡ് ചെയ്യാം. പിന്നെ ഈ സ്ഥലം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ടുലിപ്പിൻ്റെ ഒരു ഇമോജില്ലേ, അത് കമൻറ്റ് ഇട്ടുകൊണ്ടിട്ടാ. പിന്നെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് ഉണ്ടാക്കാമല്ലോ. അറിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യാം. ഈ വാൾ ഹാങ്ങിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കാരണം ഏതെങ്കിലുമൊക്കെ ഒരു മരക്കഷ്ണം എടുത്താൽ പോരെ വീട്ടിൻ്റെ അവിടുന്ന്. എനിക്കിപ്പോൾ ഇവിടുന്നോ കിട്ടിയതാണ്. ആൻഡ് കുറച്ച് ചില്ലകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. ഇതിൻ്റെ ഇടയിലൊരു ഉറുമ്പ്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഉറുമ്പിനൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്ന ടൈമിൽ ഫുള്ള് ഉറുമ്പാണ് ആ ടേബിൾ മേലെ ഒന്ന് മനസ്സിലായി. എല്ലായിടത്തും നോക്കുമ്പോൾ ഉറുമ്പ്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് അതിനെ തട്ടിയിടാൻ തോന്നുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, പറ്റൂലല്ലോ, എടുത്ത് കഴിഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെ ഈ പോർഷനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റായി പോകും. ഇനി ചെയ്യാൻ പോകണം അതിൻ്റെ വാലും പിന്നെ തലഭാഗമല്ലേ ആ ഭാഗമാണ്. അപ്പോൾ ബാക്കിലുള്ളത് അതിൻ്റെ വാല്. തല കുറച്ചിങ്ങനെ ഫോൾഡ് ചെയ്യണം, എന്നാലേ തല ആവുള്ളൂ. അപ്പോൾ ഈ ക്രാഫ്റ്റിന് എന്താണ് ഞാൻ ഈ ഷോർട്സിലും പറഞ്ഞിട്ടുണ്ട്, ഗ്ലൂ യൂസ് ചെയ്യൂല ഒറിഗാമിക്ക്. പക്ഷേ ഞാനിതിൽ ഗ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത് നല്ലപോലെ നിൽക്കില്ല. അത് അങ്ങനെ ചിറക് വേറെ സ്ഥലത്തും വാല് വേറെ സ്ഥലത്തും അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനിതാ ഇവിടെ ഗ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ തല നല്ലപോലെ വെക്കാനും ഗ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലുതും ചെറുതൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുത്തിക്കണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റാർസാണ്. അപ്പോൾ അതിന് ഞാൻ രണ്ടല്ല ഒരു പേപ്പർ തന്നെ മടക്കിയിട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് കുറച്ചൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ വിചാരിച്ച് ചെയ്യാണ്. അങ്ങനെ കുറേ ഉണ്ടാക്കിയെടുത്തേക്കണ്. സ്റ്റാർ പകുതി വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, എന്നാലേ നല്ലപോലെ വരുള്ളൂ. ഇതിലേക്ക് സ്റ്റാറും ഹാർട്ടും ഉണ്ട് ഇഷ്ടമായത്. മറ്റേത് നല്ലപോലെ നിൽക്കണില്ല. ഹാർട്ടും സ്റ്റാറൊക്കെ നല്ല രസത്തിൽ തൂങ്ങി കിടക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ ചെറുതായിട്ട് ആടുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു സ്റ്റാറിൻ്റെ പകുതി മടക്കിയിട്ട് അവിടെ ഗ്ലൂ ചെയ്തിട്ട് മറ്റേ സ്റ്റാറും കൂടി ഒട്ടിക്കുക. അപ്പോഴാണ് ഇങ്ങനത്തെ കുറേ കിട്ടുക. അത് കണ്ടാ നല്ല രസമല്ലേ കാണാൻ. പിന്നെ ഞാൻ ഈ നൂലാട്ടോ യൂസ് ചെയ്തിരിക്കണേ. പക്ഷേ ഈ നൂല് നല്ല ഏത് നൂലെടുത്താലും കെട്ടിക്കുടുങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. കുറേ വട്ടം കെട്ടിക്കുടുങ്ങി ഞാൻ അഴിച്ചെടുത്താണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റാർ ഒട്ടിക്കാൻ കുഴപ്പമില്ല. പക്ഷേ ബേർഡ് അതങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ആദ്യം ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് എന്നിട്ട് പിന്നെ രണ്ടാമത്തെ മെത്തേഡ് ട്രൈ ചെയ്തപ്പോഴാണ് ശരിയായത്. ആദ്യം ഞാൻ ഗ്ലൂ ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ നോക്കി. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മേലെ ഞാൻ വേറൊരു പേപ്പറൊക്കെ ഒട്ടിച്ച് നോക്കി ശരിയാവും വെച്ചിട്ട്. പക്ഷേ അത് ശരിയായില്ല. അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ വിങ്സിൻ്റെ പ്രശ്നമൊക്കെ അരച്ചിട്ട് ഞാൻ അതിനൊന്ന് ഒതുക്കി വെച്ച് ടാപ്പേറ്റൊക്കെ ഒട്ടിച്ച് നോക്കിയിട്ട് അപ്പോൾ അത് സക്സസ് ആയി. അങ്ങനെ ടാപ്പേറ്റാണ് ഒട്ടിക്കേണ്ടത് കേട്ടോ, എന്നാലേ ശരിയാവുള്ളൂ. പിന്നെ നമ്മളെ കഴിഞ്ഞ 2 ലോങ് വീഡിയോത്തെ ക്രോഷേ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണില്ല. വെക്കേഷൻ ആയിട്ടും എന്താണെന്ന് അറിയില്ല, ടൈം കിട്ടാത്ത പോലെ. സത്യം പറഞ്ഞാൽ ടൈം കിട്ടാത്തല്ല, എനിക്ക് മടിയായിട്ടാണ്. ഞാൻ ആ ക്രോഷേ ചെയ്യുന്ന ഏതൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടല്ലേ. അപ്പോൾ ഞാൻ ആ ട്യൂട്ടോറിയൽ വെറുതെ ഒന്ന് ഫുള്ള് കണ്ടുനോക്കി. ഞാൻ ഇതുവരെ ഫുള്ള് കണ്ടുനോക്കിയിട്ടില്ലേന്ന്. ഫുള്ള് കണ്ടുനോക്കിയപ്പോൾ എനിക്ക് ആകതായി, ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുക. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ അധികം ചെയ്തിട്ടില്ല, കുറച്ച് ചെയ്ത് വെച്ചേക്കണം.
അതിലവർ കളർ ചേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അത് ഒന്ന് പോസാക്കി വെച്ചതാണ്. ഇനി അത് റീസ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ ചാനലിനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അതേപോലെ എല്ലാം ഞാൻ ഇങ്ങനെ നൂലിൽ കോർത്തെടുത്തല്ല ഒട്ടിച്ച് വെച്ചതിന്. അപ്പോൾ ഇനി അതൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്യണം. ഞാൻ കെട്ടി കൊടുക്കുകയാണ്. ഈ ടൈമിലാട്ടോ കെട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഞാൻ കുറേ കഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങനത്തെ കുറേ ചെയ്യാൻ മടിയായിട്ട് ആകെ 5 ചെയ്തിട്ടുള്ളൂ. പക്ഷേ 5 ചെയ്തപ്പോൾ തന്നെ രസമുണ്ട്. കുറേ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി രസമുണ്ടാവും. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ.